ഞാൻ പറഞ്ഞത് കൽപ്പറ്റ MLA ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാള് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ റിട്ടേണിംഗ് ഓഫീസറെ വിളിച്ചിട്ട് ഇത്തരത്തിൽ സംസാരിക്കുന്നതും പത്രസമ്മേളനം നടത്തിയിട്ട് അദ്ദേഹത്തിനെതിരായിട്ട് ഭീഷണി മുഴക്കുന്നതും ശരിയല്ല. വലിയ രീതിയിൽ അത് ഞങ്ങൾ മനസ്സിലാക്കുന്ന എന്താണെന്നറിയോ, വയനാട് ജില്ലക്കകത്ത് അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് കടന്നു വന്നതിന്റെ ശേഷം കോൺഗ്രസ് വലിയ രീതിയിലുള്ള പരാജയം നേരിട്ടുകൊണ്ടിരിക്കുക. കോൺഗ്രസിന്റെ പ്രധാന പ്രവർത്തകരെയൊക്കെ മാറ്റി സീറ്റുകളെല്ലാം പേയ്മെന്റ് സീറ്റാക്കി കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രവർത്തകരെല്ലാം നിഷ്ക്രിയരാണ്. അവർക്ക് പ്രവർത്തകരെ ഫീൽഡിൽ ഇറക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കോഴിക്കോടെ കോൺഗ്രസിന് നേരിട്ട ദുരന്തം വയനാട്ടിലെ കോൺഗ്രസിന് നേരിടുന്ന സമയത്ത് അത് CPM-ന്റെ പടയിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ട് അവരുടെ കഴിവുകേട് CPM-ന്റെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് MLA നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ രേഖകളും